ഹലോ ഗായ്സ്, നമ്മളിന്ന് ഈ മാങ്ങ പിച്ചി നമ്മൾ ഉപ്പിലിടാൻ പോവുകയാണ്. അതൊന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഉപ്പ് പിടിച്ച് നമുക്കത് കഴിക്കാൻ പറ്റും. ആ രീതിയിൽ അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ പിച്ചിട്ട് എൻ്റെ മോളിൽ നിന്ന് നോക്കാം. ഇത്രയല്ല, കുറേ കൂടെ നമ്മൾ പിച്ചിട്ടുണ്ട്. കണ്ണിമാങ്ങ പരുവം എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ നിന്നും ശകലം കൂടെ വലുതായിട്ടുണ്ട്. നമ്മളിത് ഉപ്പിലിട്ടതിന് ശേഷം നിങ്ങൾ അച്ചാറിടും, അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആദ്യം നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് കഴുകണം നല്ലതുപോലെ. ആ ഞെട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിലർ ഞെട്ടോടെ വെക്കും, പക്ഷെ ഞങ്ങൾ ഞെട്ടൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അത് നല്ലതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കുക. അത് കാരണം വൃത്തിയാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വവ്വാലും മറ്റുള്ള പക്ഷികളൊക്കെ വന്ന് അതിൻ്റെ അകത്ത് കൊത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവാനായിട്ട്. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെയൊന്നുമല്ല, ഇത് കഴുകാതെ തന്നെ പണ്ടുള്ളവരൊക്കെ കഴിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഇത് ഓരോ അസുഖങ്ങളും നമുക്ക് ഓരോന്നങ്ങ് നമ്മൾ കേട്ടിട്ടില്ല, ഓരോ ഇതിനൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിലും ഞങ്ങൾ കഴുകി തന്നെ യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ കഴുകി കറയൊക്കെ ഒന്ന് നല്ലതുപോലെ തിക്കായിട്ട് നല്ലതുപോലെ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് ഉപ്പിലിടാനായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ കഴുകുന്നത് നമ്മൾ ഒത്തിരി ഉമ്മണിയും ജോലിയൊന്നുമില്ല, ഒത്തിരി ഓരോ മാങ്ങ എടുത്ത് ഓരോ ഇതുമായിട്ട് നല്ലതുപോലെ കഴുകണം. നമ്മൾ കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ അവർ കഴുകുക പോലും ചെയ്യത്തില്ല. ഇത് ആകുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഓരോന്നും എടുത്ത് കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ. ഇത് ഒരു വെള്ളത്തിലല്ല, 3-4 വെള്ളത്തിൽ കഴുകും കേട്ടോ. ഒരു വെള്ളത്തിൽ മാത്രമല്ല നമ്മൾ കഴുകുന്നത്, 3-4 വെള്ളത്തിൽ നമ്മൾ കഴുകുക. അതിന് ശേഷം നമുക്കത് വൃത്തിയാക്കി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മളൊക്കെ കഴുകി നല്ലതുപോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 3-4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇട്ട് നീട്ടണ്ട എന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. ചിലതൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ മേളിൽ നിന്ന് പിച്ചി ഇടുമ്പോഴത്തേക്കും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാന്താരിമുളക് കിട്ടിയില്ല, അതുകൊണ്ട് പച്ചക്കറിയിലൊക്കെ ഇട്ട് മുളകാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അതിന് നമ്മൾ നല്ലതുപോലെ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഈ കഴുകിയതെടുത്തിടും. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ആ ചൂടുവെള്ളമൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. അപ്പം കണ്ട മാങ്ങയുടെ കളറ് പോയി ചെറിയൊരു ആവി വരുന്നുണ്ട്. മുളക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടില്ല, അത് ജസ്റ്റ് നമ്മളെല്ലാവരും പച്ചവെള്ളത്തിലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കണ്ട മാങ്ങയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എല്ലാം നല്ലതുപോലെ എടുത്ത് നമ്മൾ ഈ പാത്രത്തിലിട്ട് ഇടും. പാത്രമല്ല, കുപ്പിക്കകത്തിടും. ഇത് പ്ലാസ്റ്റിക്കാണ്. കുപ്പിയുള്ളവർ കുപ്പി, അല്ലെങ്കിൽ ഭരണിയുള്ളവർ ഭരണിക്കകത്തിടും. നമുക്കിപ്പോൾ ഭരണിയും കുപ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ഒരു കുപ്പിക്കകത്താണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പിടും. ഞാൻ 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പെന്ന് വെച്ചാൽ പൊടി ഉപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. നെവക്ക വെള്ളം ഒഴിക്കണം. നമ്മൾ പകുതി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂപ്പലെടുക്കും. നമ്മൾ നെവക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഇപ്പോൾ രാവിലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും നമുക്കിത് ഉപ്പ് പിടിച്ച് ഇരിക്കും കേട്ടോ. അല്ല, ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേണ്ട ഉച്ചയ്ക്കായപ്പോൾ ഉച്ചയ്ക്കപ്പോൾ നമുക്ക് ഉപ്പ് ആയി കഴിഞ്ഞിട്ട് അടിപൊളി ഉപ്പിലിട്ട മാങ്ങ ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ഇട്ടിരുന്നിട്ട് ബൈ ബൈ, സീ യു.